ചേട്ടാ ഒന്ന് നിന്നേ. എന്താ കാര്യം? ചേട്ടൻ എന്താണെങ്കിലും പുറത്തേക്കല്ലേ, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാവോ? ഞാനും കൂടി വരട്ടെ. ഞാനിന്ന് ഒരുപാട് ലേറ്റായി, ഇനി ഓട്ടോയ്ക്ക് പോയാലും എത്തൂല, അതുകൊണ്ടാ ചോദിക്കുന്നത്. നീ ലേറ്റ് ആയെങ്കിൽ അത് നിന്റെ കുഴപ്പം. എനിക്ക് നിന്നെ കൊണ്ടുവിടാനൊന്നും പറ്റില്ല. എനിക്കിന്ന് പാർട്ടി മീറ്റിംഗ് ഉള്ളതാ. ഒരു കാര്യം ചെയ്യ്, ഒരു ഓട്ടോ വിളിച്ചു പോ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല കൊണ്ടുവിടാൻ. അല്ലെങ്കിൽ ഈ മനുഷ്യനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? വന്ന അന്ന് തൊട്ട് ഞാൻ അനുഭവിക്കുന്നതാ. ഞാൻ പൈസ ഇല്ലാത്ത വീട്ടിൽ നിന്ന് വരുന്നോണ്ടല്ലേ ഇവർക്ക് ആർക്കും എന്നെ ഇഷ്ടമില്ലാത്ത. വലിയ പണക്കാരിയായിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. എന്റെ ഈശ്വര, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നെ ഇവിടെ കൊണ്ടുപോയിട്ടെ? എല്ലാം എന്റെ വിധി, അല്ലാതെ എന്ത് പറയാ, സഹിക്കാം. ഇവളിന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. അവൾ അങ്ങനെ സന്തോഷിക്കരുത്, അതെനിക്കിഷ്ടമല്ല. എന്തെങ്കിലും ഒരു പണി കൊടുക്കണം, അവൾ ഇങ്ങനെ സന്തോഷിക്കണ്ട. അമ്മ, എനിക്ക് ഓഫീസിൽ പോകാൻ ലേറ്റായി. അമ്മ ഈ പാത്രങ്ങളൊന്ന് കഴുകി വെക്കോ? പാത്രങ്ങൾ മാത്രം കഴുകിയാൽ മതിയോ? നിന്റെ തുണികളും കൂടി എടുത്തതാ, ഞാൻ അതും കൂടി അലക്കി വെക്കാം. ഞാൻ ആരാടി, നിന്റെ വേലക്കാരിയാണോ നിന്റെ പാത്രം തുണിയെല്ലാം കഴുകി വെക്കാൻ? ഇതൊക്കെ ചെയ്തിട്ട് നീ ഓഫീസിൽ പോയാൽ മതി. ഞാനൊന്നും ചെയ്യില്ല. ഒന്ന് ചെയ്യാവോ എന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അതിനിങ്ങനെയൊക്കെ പറയണോ? ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടുകാരെ വരെ പറയൂലോ. ഞാൻ കഴുകി വെക്കുന്നത് നീ വിചാരിക്കേ വേണ്ട. ഇപ്പൊ കഴുകി വെച്ച് നിനക്ക് തന്നെ കൊള്ളാം. അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? ഒരു ജോലി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വലിയ എന്തോ ഉദ്യോഗമാണെന്ന വിചാരം. പറഞ്ഞിട്ടും കാര്യമില്ല. പഠിക്കാൻ വിട്ടപ്പോ ഞാൻ പഠിച്ചില്ല, അല്ലെങ്കിൽ എനിക്കും ഇങ്ങനെ ജോലിക്കൊക്കെ പോകാമായിരുന്നല്ലോ പണ്ട്. എന്റെ ഈശ്വര, 9:30 ആയല്ലോ. ഇനിയിപ്പൊ എങ്ങനെ ഓഫീസിലെത്തും? ഇന്ന് സാറിന്റെ വായിലിരിക്കുന്ന എല്ലാം കേൾക്കാം. കുറെ നേരമായല്ലോ, ഒറ്റ ബസ് പോലും ഇല്ലല്ലോ. എല്ലാം പോയോ? ഓട്ടോയ്ക്ക് പോയാ ഉള്ള പൈസ എല്ലാം തീരും. ഞാനിനി എന്ത് ചെയ്യും? വാട്ട് ഹാപ്പൻഡ് അമല? നിനക്ക് എന്താ പറ്റിയേ? എന്റെ സൗമ്യ ടീച്ചർ, ഒന്നും പറയണ്ട. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വൈകി. ബസ് നോക്കി നിന്നിട്ട് ഒറ്റ ഒരു ബസ് പോലും പോയില്ല. ഇനിയിപ്പോ ഓട്ടോയ്ക്ക് പോകേണ്ടി വരും. എന്താ അമല ഇത്? കുറച്ച് നേരത്തെ ഇറങ്ങണ്ടേ? ഇനിയിപ്പോ ഓട്ടോയ്ക്ക് പോകൂ. എന്തായാലും ലേറ്റായി, ഇനി വേഗം എത്തിയിട്ടും കാര്യമില്ല. ഓട്ടോയ്ക്ക് തന്നെ പോവാം. ബായ് അമല. പാവ അമല, ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആ കാട്ടുമാക്കന്മാരുടെ കൂടെ ആയിപ്പോയില്ലേ. ഓരോരുത്തരുടെ വിധി, അല്ലാതെ എന്ത് പറയാം. അമല, നീ ഒരുപാട് ലേറ്റ് ആയല്ലോ. ബോസ് നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. നല്ല കലിപ്പിലാ ബോസ്. എന്ത് പറയാനാ നിധി, ഞാൻ നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചതാ. അപ്പൊ എന്റെ അമ്മായിയമ്മ, അവരെന്ത് സാധനം നിനക്കറിയാലോ, അവര് സമ്മതിച്ചില്ല. അതൊക്കെ നമുക്ക് പിന്നെ പറയാം. നീ വേഗം ചെന്ന് എങ്ങനെയെങ്കിലും ഒപ്പിടാൻ നോക്ക്. അയാളൊന്ന് സോപ്പിട്ട് നോക്ക്. മിക്കവാറും എന്റെ കാര്യത്തിലൊരു തീരുമാനം ആകൂടിന്ന്. നീ ധൈര്യമായിട്ട് ചെല്ല്, ഞങ്ങളൊക്കെയല്ലോ നിന്റെ കൂടെ. പാവ അമല, അവളുടെ ഒരു കഷ്ടപ്പാട്. എന്നെങ്കിലും അവളുടെ കഷ്ടപ്പാടൊന്ന് തീരുവോ? മേ ഐ കമിൻ സാർ? അല്ല, ഇതാരും മേഡോ? എന്താ മേഡം, ഇത്ര നേരത്തേക്ക് വരണോ? കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വന്നാ പോരെ? ഇത്ര തിരക്കൊന്നും വേണ്ടായിരുന്നു. അത് പിന്നെ സാർ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ലേറ്റ് ആയിപ്പോയി, അല്ലാതെ വേറൊന്നും അല്ല. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനി എക്സ്ക്യൂസസ്. ഐ ഹേറ്റ് ഇറ്റ്. ഏതെങ്കിലും നേരത്തെ ഇങ്ങനെ കയറി വന്നിട്ട് മാസാവസാനം വന്ന് കൃത്യമായിട്ട് ശമ്പളം വാങ്ങിക്കൊണ്ട് പോകാൻ നാണമില്ല നിങ്ങൾക്ക്?